ഇവൻ്റെ വല്ല അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ എന്തൊരു സുഹൃത്തോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ആംബുലൻസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ സൈഡ് മാറ്റാൻ പറയൂ? ഇല്ല. ഓരോ രോഗികളുമായിട്ടാണ് ഒരു ആംബുലൻസ് പോകുന്നത്. ഇപ്പോൾ ഈ പി ആറിൽ നമ്മുടെ അനുമോളില്ലേ, അനുമോൾ ഏതോ ഒരു ഉദ്ഘാടനത്തിനുണ്ട് ബിഗ് ബോസിൽ പോണതിന് മുമ്പ് ഒരു ആംബുലൻസ് ഇങ്ങനെ പോയപ്പോൾ അവരിങ്ങനെ മൈക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നിർത്തിയിട്ട് അവരിങ്ങനെ കണ്ണടിച്ച് പ്രാർത്ഥിച്ചു. കാരണം അവർ ആ പോണവൻ ഏതവനായിക്കോട്ടെ, എത്ര ദുഷ്ടനോ എത്രയും വേണ്ട, ഒരു ജീവനാണ്. ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ ആംബുലൻസിൽ പോകുമ്പോൾ ഒന്ന് കൈ വയ്ക്കും, ദൈവമേ അവരൊന്നും വരുത്തല്ലേ, ചിലപ്പോൾ മരണമാണെങ്കിൽ പോലും അവൻ ശാന്തി കൊടുക്കണേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് രോഗികളെ കൊണ്ട് പോകണതാണ്. അപ്പം നമ്മൾ അധികം ഒന്നും ട്രാഫിക് ബ്ലോക്കിലും ബുദ്ധിമുട്ടിക്കാതെ, ചിലപ്പോൾ ഇരട്ടി അത്യാവശ്യം ആ രോഗിക്കാണ് ആവശ്യമുണ്ടാവും. ചില ആക്സിഡൻറ്റും പറ്റുന്നത് ഇന്ന സമയത്ത് ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് അത് കറക്റ്റ് രീതി, ഇപ്പോൾ ട്രാഫിക് മൂവി കണ്ടവർക്കറിയാം അതെങ്ങനെയാണ് രീതി ചെയ്തതെന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിന് നമ്മളൊന്ന് കുറച്ച് ക്ഷമിച്ച് കൊടുത്താൽ മതി, സൈഡ് കൊടുത്തോ, അവർ വേണമെങ്കിൽ അവരുടെ ആവശ്യത്തിന് പോട്ടെ. സൈഡ് നൽകിയില്ലെങ്കിൽ അത് അതിൻ്റേതായിട്ട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ വണ്ടി കൊണ്ട് സ്പീഡിൽ പോകുന്നതായിരിക്കാം, ആ റോഡ് കണ്ടിട്ട് ഇവർ കണ്ട് പ്രൊവാക്കാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും അങ്ങനെ വരുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഒന്ന് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ പോവുക. അത് നമുക്ക് പോയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും ജീവൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യമല്ലല്ലോ. അപ്പോൾ ഒന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കുക, അത്രയേ ഉള്ളൂ പറയാൻ.